സംഭവം എന്ന് അറിയത്തില്ല. കാരണം ദൈവത്തെ അറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സഹോദരൻ, ദൈവങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, എല്ലാ മതസ്ഥക്കാരും വളരെ ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ ബോംബ് പോലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ദൈവങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്ന് ജനിക്കണമെങ്കിൽ, ഞാൻ ദൈവത്തെങ്കിലേക്ക് ജനിക്കുന്നില്ല എങ്കിൽ ആ അറിയാത്ത ദൈവങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കുകയെ എനിക്ക് തെറ്റുന്നുള്ളൂ. കാരണം ബോംബ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ആ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ സംരക്ഷിക്കാനും എനിക്ക് സാധിക്കുകയില്ല. യഥാർത്ഥമായ ദൈവത്തിനെ ഞാൻ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരനെ, നിങ്ങൾ ഈ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ എനിക്കിത് പറയാനുള്ളൂ, ദൈവത്തെ അറിയുക. ദൈവം നമ്മുടെ ഇടയിലേക്ക് ജനിക്കുവാൻ സമ്മതപ്പെട്ടുവെങ്കിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ജനിക്കാം, ദൈവത്തെ അറിയാം. അങ്ങനെയൊരു ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ടാവും, ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ന്യൂ ഇയറും കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസമായി. എങ്കിൽ തന്നെ എല്ലാവരെയും ഹാപ്പി ന്യൂ ഇയർ വിളിച്ച് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്ത് നമ്മൾ കടന്നു പോകുന്നവരാണ്. എന്താണ് ഈ ഹാപ്പി ന്യൂ ഇയർ? വാട്ട് ഈസ് ദിസ് ഹാപ്പി ന്യൂ ഇയർ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്? ജീവിതത്തിൽ സന്തോഷമില്ല എങ്കിൽ, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇനിയത് ഹാപ്പി ന്യൂ ഇയർ? ഇപ്പൊ ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസ് ആക്കി മാറ്റാതെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഒരു പങ്ക് നീയുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു എന്നാണ് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഹോദരൻ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു വേളയിൽ ഇത് ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വരുമ്പോൾ മലയാളികളായിട്ട് നമ്മളെല്ലാം തീർച്ചയായിട്ടും വളരെ നല്ല ഒരു എന്താ പറയുന്നത് ഒരു സംരംഭമാണിത്. അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. കാരണം ഇതിനുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുള്ള സമയമല്ല, വേദിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു, സഹോദരനെ, ദൈവത്തെ അനുഭവിക്കുവാനുള്ള ഒരവസരമാക്കി ക്രിസ്മസിനെ മാറ്റുക. സന്തോഷമായിട്ട് ജീവിക്കുവാൻ ആയിട്ടുള്ള ഒരു സംരംഭമായിട്ട് ന്യൂ ഇയറിനെ മാറ്റുക. എങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരിക്കൽ കൂടി വിഷ് യു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.